ആ തന്ത്രിയുടെ ഇപ്പോഴത്തെ അറസ്റ്റ് അദ്ദേഹത്തിനെ പിന്നീട് മാപ്പുസാക്ഷിയാക്കാനാണ്. എന്തിനാണ് ഒരു കേസിനകത്ത് മാപ്പുസാക്ഷി വരേണ്ടത്? ഏത് സാഹചര്യത്തിനാണ്? എല്ലാത്തിനും മാപ്പുസാക്ഷിയാക്കാൻ പറ്റുമോ? ഒരു കൊലപാതകം നടന്ന ഒരു വനത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ വനത്തിൽ ആരും സാക്ഷികളില്ല. ആ കൊലപാതകം ചെയ്ത ഒരാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കോടതി മാപ്പ് കൊടുത്തിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കും. എവിഡൻസ് അങ്ങനെയാണ് വരുന്നത്. ശബരിമല കാര്യത്തിൽ തുറസായ സ്ഥലമാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവിടുത്തെ ചേരികൾ. ഇത് മാറ്റിക്കൊണ്ട് പോകുന്നതും അത് പലസുകൊണ്ടും എനിക്ക് ധാരാളം ആൾക്കാരുണ്ട്. എന്തിനാണ് ഒരു മാപ്പുസാക്ഷിയുടെ ആവശ്യം? അപ്പം ഇദ്ദേഹത്തിനെ മാപ്പുസാക്ഷിയാക്കേണ്ട ഒരു ആവശ്യമില്ല ശബരിമല കേസിനകത്ത്. അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോയതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, അത് കാണാം നമുക്ക്. പിന്നെ എന്തിനാണ് ഒരു മാപ്പുസാക്ഷി? അദ്ദേഹത്തിൻ്റെ സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കടത്തിക്കൊണ്ട് പോകും. കാരണം അത് ദേവസ്വം ബോർഡ് ചെയ്യുന്ന പ്രവൃത്തി, അതിന് മിണ്ടാൻ ഒക്കില്ല. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം പിന്നെ മിണ്ടത്തില്ലല്ലോ. കാരണം ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ള അല്ലെങ്കിൽ ഒരു ക്രിമിനാലിറ്റിയിലേക്ക് പോകുന്നവരൊന്നും അല്ല താഴമൻ മഠത്തിലുള്ളവർ. പൂജ മാത്രം നടത്തി ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവരാണ്. കുറേയൊക്കെ വഴിവിട്ടൊക്കെ ചിലപ്പം പണസമ്പാദനമൊക്കെ ചെയ്തേക്കാം. പക്ഷേ ദേവൻ്റെ ദേഹത്ത് പതിച്ചിരിക്കുന്ന പാളികൾ അടിച്ചുകൊണ്ട് പോയി അതിന് കൂട്ടു നിൽക്കും എന്ന് സാമാന്യ ചിന്തയ്ക്ക് നിരക്കുന്ന ഒരു പ്രവൃത്തിയല്ല. അത് ചെയ്യാൻ സാധ്യതയുമില്ല എന്നാണ് തോന്നുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ കേസിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേസ് മുഴുവൻ തന്ത്രിയുടെ പങ്കിനെ കുറിച്ചായി. തന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ, തന്ത്രിക്കെതിരെ കേസ് നിലനിൽക്കുമോ ഇല്ലയോ തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ വാദപ്രതിവാദങ്ങൾ. ഇപ്പോൾ മറ്റുള്ളവരുടെ, അതായത് എ പത്മകുമാർ, എൻ വാസു തുടങ്ങിയ അറസ്റ്റിലായവരുടെ പേരുകൾ സംവാദങ്ങളിൽ ഉയരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പി പ്രശാന്ത് തുടങ്ങിയ പേരുകളും ഇപ്പോൾ ആരും ഉച്ചരിക്കുന്നില്ല. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലെ ബന്ധവും അവർ തമ്മിൽ നടത്തിയെന്ന് സംശയിക്കുന്ന ഇടപാടുകളും മാത്രമാണ് ചർച്ച. തന്ത്രിയുടെ അറസ്റ്റ് മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് എന്ന വാദത്തിന് ഇത് ബലം നൽകുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് SIT ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. SITയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉന്നയിച്ച വിമർശനവും. ഹൈക്കോടതി നിയമിച്ച SIT സംഘത്തിനാണ് കോടതിയുടെ തന്നെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് എന്നത് വൈരുദ്ധ്യമാണ്. സത്യസന്ധരായി കോടതി തന്നെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥരാണ് SITയിലുള്ളത്. തുടക്കത്തിൽ എല്ലാം ശരിയായി അന്വേഷിക്കുന്ന സംഘമായിരുന്ന SIT പിന്നീട് അവരുടെ പ്രവർത്തികൾ മന്ദഗതിയിൽ ആക്കിയതായി തോന്നി. അപ്പോൾ ഒരു കൊട്ടുകൊടുത്ത് ഹൈക്കോടതി SITയെ ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. ഇത്തവണ വീണ്ടും ദിശ മാറി സഞ്ചരിക്കുന്നുവെന്ന് തോന്നിയപ്പോഴാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയത്. കേസിൽ പ്രതികളായി രേഖപ്പെടുത്തിയവരിൽ 2 പേർ ഒഴികെ മറ്റെല്ലാവരെയും അറസ്റ്റ് ചെയ്തു SIT. ചിലരുടെ അറസ്റ്റ് മനഃപൂർവ്വമോ അല്ലാതെയോ വൈകിച്ചുവെങ്കിലും മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീക്ക് ശാരീരിക അസ്വസ്ഥതകളുടെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയാം. എന്നിട്ടും അവരെ ഈഞ്ചക്കലിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു. പക്ഷേ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ നടപടികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതായിരുന്നു SITയുടെ ഇതുവരെയുള്ള നിലപാട്. തന്ത്രിയുടെ അറസ്റ്റോടെ കേസിന്റെയും SITയുടെയും ശ്രദ്ധ കണ്ഠരര് രാജീവരിലേക്ക് മാത്രമായി. അതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചതും SITയെ വിമർശിക്കാൻ ഇടയാക്കിയതും. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുന്നു. അയാളുടെ മകൻ SP ആണ് എന്ന് ഹൈക്കോടതി SITക്കെതിരെ ആഞ്ഞടിച്ചു. ജസ്റ്റിസ് ബദറുദ്ദീൻ ശക്തമായ വിമർശനമാണ് ഉയർത്തിയത്. ഈ സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് യോജിപ്പില്ലെന്നും SITയുടെ നടപടി അംഗീകരിക്കാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. KP ശങ്കരദാസ് ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയടക്കം ഇന്നലെ പുറത്തു വന്നു. ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായത്. ശങ്കരദാസ് ആശുപത്രിയിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചത്. മെഡിക്കൽ ICUവിൽ കിടക്കുന്ന ഫോട്ടോയടക്കം ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. SIT ശേഖരിച്ച മെഡിക്കൽ രേഖകൾ ഹാജരാക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. ചെറിയ ഇരയെ ഇട്ട് വലിയ മീനിനെ പിടിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനമെന്ന് കേസിലെ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെ ഹൈക്കോടതി വിമർശിച്ചു. നേരത്തെ SITയുടെ നടപടിയെ വിമർശിച്ച അതേ ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ശങ്കരദാസിന്റെ അറസ്റ്റ് ഉണ്ടാകാത്തതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിയാനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജ്വല്ലറി വ്യാപാരി ഗോവർദ്ധനടക്കം 3 പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായത്. ഇതിനു പുറമെ ശബരിമലയിലെ സ്പോൺസർമാർക്കെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അതിനിടെ ശബരിമലയിലെ ശ്രീകോവിൽ വാതിൽ സ്വർണം പൂശിയത് താനാണ് എന്നാണ് ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ വാദിച്ചിരിക്കുന്നത്. അതിന് 35 ലക്ഷം രൂപ ചെലവായി എന്നും അയ്യപ്പ ഭക്തനാണ് താനെന്നും വാറണ്ടി രേഖകൾ പക്കലുണ്ട് എന്നും ഗോവർദ്ധൻ അവകാശപ്പെട്ടു. പക്ഷേ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സ്വർണം കണ്ടെത്താനായില്ല എന്നത് SITക്ക് ക്ഷീണമാണ്. കിട്ടേണ്ടത് തൊണ്ടിമുതലാണ്. കടത്തിയ സ്വർണത്തിന് തത്തുല്യ മൂല്യമുള്ള സ്വർണം ഗോവർദ്ധൻ ഉൾപ്പെടെ നൽകിയെന്ന് SIT പറയുമ്പോൾ കേസ് നഷ്ടപരിഹാരം സംബന്ധിച്ചാണോ എന്ന പരിഹാസം നിയമവൃത്തങ്ങളിൽ ഉയരുന്നുണ്ട്. കണ്ടെടുക്കേണ്ട വസ്തുവിന് പകരം പ്രതികൾ തന്നെ ഏൽപ്പിച്ച വസ്തു കോടതിയിൽ കാട്ടി എന്താണ് SIT ചെയ്യുന്നത് എന്ന് ആരും ചോദിച്ചു പോകും. കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി പക്ഷേ പിന്നീട് ആ അഭിപ്രായം നിലനിർത്തിയില്ല. പൊടുന്നനെ അന്വേഷണം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് പൂജ ചെയ്യുന്നവരിലേക്ക് നീങ്ങുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കോടതിക്കും ചോദിക്കേണ്ടി വന്നു. തന്ത്രിക്ക് കേസിൽ എങ്ങനെയാണ് പങ്ക് എന്ന് ചോദിക്കുമ്പോൾ അത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നല്ല, അതിന് മൗനാനുവാദം കൊടുത്തു എന്നാണ്. അത് കോടതിയിൽ തെളിയിക്കുക എളുപ്പമല്ല എന്ന് നിയമവിദഗ്ധരും പറയുന്നു. ദേവസ്വം ബോർഡിനോട് ഉത്തരവാദിത്വമുള്ള തന്ത്രി ദേവസ്വം ബോർഡ് നടത്തുന്ന പ്രവൃത്തികളെക്കുറിച്ച് ദേവസ്വം ബോർഡിന് തന്നെ എങ്ങനെ പരാതി പറയും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. ഇതൊക്കെ മിടുക്കരായ ഉദ്യോഗസ്ഥരുള്ള SITക്കും അറിയാവുന്നതല്ലേ എന്ന ചോദ്യവുമുണ്ട്. അപ്പോൾ തന്ത്രിക്കെതിരെ തിരിഞ്ഞത് മനഃപൂർവ്വമല്ലേ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ആർക്ക് വേണ്ടിയാണ്, ആരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്, ആരെ അല്ലെങ്കിൽ ആരെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് SIT സംഘം ശ്രമിക്കുന്നത് എന്നും പലരും ചോദിച്ചു. ഉത്തരം അന്തരീക്ഷത്തിലുണ്ട്. നിയമത്തിന്റെ കരങ്ങൾ അവരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പൊതുജനത്തിന്റെ പ്രതീക്ഷയും വിശ്വാസവും. ഹൈക്കോടതി ഇത്തരത്തിൽ ശക്തമായ മേൽനോട്ടം വഹിക്കുമ്പോൾ നീതി അകലെയല്ലെന്നും കുറ്റക്കാർ വൈകാതെ ശിക്ഷിക്കപ്പെടുമെന്നും ജനം വിശ്വസിക്കുന്നുണ്ട്. ആ തന്ത്രിയുടെ ഇപ്പോഴത്തെ അറസ്റ്റ് അദ്ദേഹത്തിനെ പിന്നീട് മാപ്പുസാക്ഷിയാക്കാനാണ്. എന്തിനാണ് ഒരു കേസിനകത്ത് മാപ്പുസാക്ഷി വരേണ്ടത്? ഏത് സാഹചര്യത്തിലാണ്? എല്ലാത്തിനും മാപ്പുസാക്ഷിയാക്കാൻ പറ്റുമോ? ഒരു കൊലപാതകം നടന്ന ഒരു വനത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ വനത്തിൽ ആരും സാക്ഷികളില്ല. ആ കൊലപാതകം ചെയ്ത ഒരാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കോടതി മാപ്പ് കൊടുത്തിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കും. എവിഡൻസ് അങ്ങനെയാണ് വരുന്നത്. ശബരിമല കാര്യത്തിൽ തുറസായ സ്ഥലമാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവിടുത്തെ ചേരികൾ. ഇത് മാറ്റിക്കൊണ്ട് പോകുന്നതും അത് പലസ് കൊണ്ടുപോകുന്നതൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. എന്തിനാണ് ഒരു മാപ്പുസാക്ഷിയുടെ ആവശ്യം? അപ്പം ഇദ്ദേഹത്തിനെ മാപ്പുസാക്ഷിയാക്കേണ്ട ഒരു ആവശ്യമില്ല ശബരിമല കേസിനകത്ത്. അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോയതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, അത് കാണാം നമുക്ക്. പിന്നെ എന്തിനാണ് ഒരു മാപ്പുസാക്ഷി? അദ്ദേഹത്തിൻ്റെ സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കടത്തിക്കൊണ്ട് പോകും. കാരണം അത് ദേവസ്വം ബോർഡ് ചെയ്യുന്ന പ്രവൃത്തി, അതിന് മിണ്ടാൻ ഒക്കില്ല. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം പിന്നെ മിണ്ടത്തില്ലല്ലോ. കാരണം ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ള അല്ലെങ്കിൽ ഒരു ക്രിമിനാലിറ്റിയിലേക്ക് പോകുന്നവരൊന്നും അല്ല താഴമൻ മഠത്തിലുള്ള. പൂജ മാത്രം നടത്തി ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവരാണ്. കുറേയൊക്കെ വഴിവിട്ടൊക്കെ ചിലപ്പം പണസമ്പാദനമൊക്കെ ചെയ്തേക്കാം. പക്ഷേ ദേവൻ്റെ ദേഹത്ത് പതിച്ചിരിക്കുന്ന പാളികൾ അടിച്ചുകൊണ്ട് പോയി അതിന് കൂട്ടു നിൽക്കും എന്ന് സാമാന്യ ചിന്തയ്ക്ക് നിരക്കുന്ന ഒരു പ്രവൃത്തി അല്ല. അത് ചെയ്യാൻ സാധ്യതയുമില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവരെ തന്നെ, ആ കുടുംബത്തെ തന്നെ, താഴവൻ്റെ അവരുടെ അവകാശങ്ങളെ തന്നെ ഹനിക്കുന്ന രീതിയിലൊരു പ്രവൃത്തിക്ക് ഇവരാരും സ്വാഭാവികമായിട്ട് പോകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ വീട്ടിൽ നിന്ന് ശബരിമലയിലെ സ്വർണം കടത്ത് കേസിൻ്റെ ഏതെങ്കിലും ബന്ധപ്പെട്ട റെക്കോർഡ് കിട്ടുകയോ ഏതെങ്കിലും ബന്ധപ്പെട്ട രീതിയിലുള്ള പണം കിട്ടുകയോ ഒക്കെ ചെയ്താൽ അത് കൃത്യമായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാളിപ്പോവും. കേസിന് തീർച്ചയായിട്ടും ഈ അറസ്റ്റ് ഒരു ബലക്കുറവ് സമ്പാദിച്ചോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും SIT നല്ലൊരു അന്വേഷണ ടീമാണ്. അവർക്ക് വേറെ ആരും കൺട്രോൾ ചെയ്യാനില്ല. അത് വെങ്കടേഷും അതുപോലെ ശശിധരനും നേരിട്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വാധീനത്തിൻ്റെ പുറത്താണ് ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ വ്യാപകമായൊരു ആരോപണമുണ്ടെങ്കിലും അങ്ങനെ ഒരു ചെയ്ത പ്രവൃത്തി കേസിന് ദൂഷ്യകരമാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.